നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിന്റെ മുഖച്ഛായ മാറ്റാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച സുധാകരൻ ഫലത്തിൽ കോൺഗ്രസിനെ കൂട്ടക്കുഴപ്പത്തിലാക്കുകയാണോ? മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ ഗ്രൂപ്പുകളെ അവഗണിച്ച് മുന്നോട്ടു പോകുമെന്ന സുധാകരന്റെ നിലപാട് എത്ര കണ്ട് ഫലപ്രദമാകും? മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ വ്യക്തിപരമായ ആക്ഷേപമാണോ സുധാകരന്റെ മറുപടി? സെമി കേഡറെന്ന് പറഞ്ഞ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന സമര രീതികൾ പ്രതിപക്ഷ നേതാവിന് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. സുധാകരൻ കൊട്ടിഘോഷിച്ച് നടത്തിയ ചക്രസ്തംഭന സമരത്തിൽ നിന്ന് വിട്ടുനിന്ന വി.ഡി. സതീശന്റെ നടപടിയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ. പരാതികൾ ഇവിടെ പറയേണ്ട, വേണമെങ്കിൽ ഹൈക്കമാൻഡിൽ പറഞ്ഞോളാനാണ് മുതിർന്ന നേതാക്കളോട് ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിയുമായി എത്തിയാൽ ഒരു നിലപാടെടുക്കാനുള്ള ആർജവം ഇപ്പോൾ ഹൈക്കമാൻഡിനുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ. N. ശ്രീകുമാർ, ജോർജ് പൊടിപ്പാറ. ഇവർ മൂന്നുപേരുമാണെന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ജോർജ് പൊടിപ്പാറ. അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സുധാകരൻ KPCC അധ്യക്ഷൻ ഇന്ന് വീണ്ടും കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ആവലാതികളോ മുതിർന്ന നേതാക്കൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇനി എനിക്ക് സമയമില്ല, വേണമെങ്കിൽ നിങ്ങൾ ഹൈക്കമാൻഡിലേക്ക് പരാതി നൽകിക്കോളൂ എന്ന നിലപാടാണ് KPCC അധ്യക്ഷൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സങ്കീർണതകളിലേക്ക് പോകാൻ ഉള്ള ഒരു വഴിയൊരുക്കും എന്ന് ആശങ്കപ്പെടേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം KPCCയുടെ വിശാല യോഗത്തില് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട അഭിപ്രായം ഈ പറഞ്ഞ പോലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അവശേഷിക്കുന്ന സംസ്ഥാനതല പുനഃസംഘടന, അത് KPCC തലത്തിലുള്ള പുനഃസംഘടനയായാലും DCC തലങ്ങളിലുള്ള പുനഃസംഘടനയായാലും അത് ഒഴിവാക്കിക്കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നൊരു നിലപാടാണ് ആ യോഗത്തിലുണ്ടായി. പക്ഷെ അതിനുശേഷം നടന്ന KPCC നിർവാഹക സമിതി യോഗത്തിലാവട്ടെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായി, പുനഃസംഘടനയായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു നിലപാട്, അതായത് KPCC പ്രസിഡന്റ് സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അടക്കമുള്ള ആളുകൾ അഭിപ്രായവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പുനഃസംഘടനയുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടിനാണ് അവിടെ മുൻതൂക്കം കിട്ടി. പിന്നീട് DCC പ്രസിഡന്റുമാരുടെ യോഗത്തിലും പുനഃസംഘടനയായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ്, അതിന് പച്ചക്കടി കിട്ടുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തില് വലിയ ഒരു ആശയ ഭിന്നത അല്ലെങ്കിൽ വലിയ ആ ഒരു എന്താ പറയാ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുക. ഒരു വശത്ത് ഗ്രൂപ്പുകളെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് ഇപ്പോ താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു സുവർണാവസരമായിട്ട് കാണും. അക്കാര്യത്തിൽ ഇരു ഗ്രൂപ്പുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു എന്താ പറയാ വാക്കിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേധാവിത്വവും നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇരു ഗ്രൂപ്പുകളും ഒന്നിച്ചു ചേർന്ന് ഉള്ള ഒരു നീക്കം, അങ്ങനെ സംഘടനയെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. മറുവശത്താകട്ടെ ഈ അവസരം തനിക്ക് വന്നു ചേർന്നിട്ടുള്ള KPCC പ്രസിഡന്റ് പദവി, അതുപോലെ തന്നെ തനിക്ക് ചേർന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പദവി ഉപയോഗിച്ച് സുധാകരനും വി.ഡി. സതീശനും പാർട്ടിയിൽ തങ്ങളുടെ മേധാവിത്വം അരക്കെട്ട് ഉറപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇതിനു മുമ്പുണ്ടാകാത്ത രീതിയിൽ ഉള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഗ്രൂപ്പിനപ്പുറത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കേൾക്കാത്ത സെമി കേഡർ സംവിധാനം മുന്നോട്ട് വെച്ചുകൊണ്ട് പാർട്ടിയിൽ അച്ചടക്കമാണ് പരമപ്രധാനം, പാർട്ടിയേക്കാൾ മുകളിൽ മറ്റൊന്നുമില്ല, ഗ്രൂപ്പ് പാർട്ടിക്ക് അപ്പുറത്തല്ല, പാർട്ടിയുടെ പരിധിക്ക് അകത്തു നിന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം മാത്രമേ അനുവദിക്കൂ. വളരെ ശക്തമായി തന്നെ കോൺഗ്രസിന് തിരിച്ചു വരാൻ വേണ്ടിയുള്ള, കോൺഗ്രസിനെ പുനഃസംഘടിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള വലിയ ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതിന് ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് പാർട്ടിയെ മുൻനിരയിൽ അല്ലെങ്കിൽ പാർട്ടിയെ മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ആവശ്യമെങ്കിൽ അക്കാര്യത്തിൽ ഒട്ടും മടി കാണിക്കില്ല.
അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ആ നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പക്ഷേ ഈ മുതിർന്ന നേതാക്കളെ അടക്കം വിശ്വാസത്തിലെടുക്കാതെ ഈ പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കാരണം അച്ചടക്കമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നു. പക്ഷെ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, മുല്ലപ്പള്ളി അടക്കമുള്ളവർ പരസ്യമായി പറയുന്നു, VM സുധീരൻ പരസ്യമായി രംഗത്ത് വരുന്നു സുധാകരനെതിരെ. വ്യക്തിപരമായ ആക്ഷേപമാണ് എല്ലാത്തിൻ്റെയും അവസാന മറുപടിയായി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഈ നേതാക്കളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ KPCC അധ്യക്ഷനെതിരെ തന്നെ ഇത്തരത്തിൽ നിലപാടുകൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ പറയുന്ന അച്ചടക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെ പാലിക്കാൻ കഴിയും? കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയ നടപടിയോട് ഈ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടിക്കോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ താല്പര്യമില്ല. അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അടക്കമുള്ളതും KPCC പ്രസിഡന്റുമാരും കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്നതിനോട് മാനസികമായി യോജിക്കുന്നില്ല. അവർക്കത് ദഹിക്കുന്നില്ല എന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് കെ സുധാകരൻ അറിയാം. ഒരുപക്ഷെ മറ്റാർക്കും ഉണ്ടാകാത്ത രീതിയിൽ ഒരേ സമയം മറുപക്ഷത്ത് CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിരന്തരമായ ആക്രമണം ഒരു വശത്ത് നേരിടുന്നു. മറുവശത്ത് പാർട്ടിക്കകത്തെ ശക്തരായിട്ടുള്ള നേതാക്കളുടെ എല്ലാം എതിർപ്പും അവരുടെ എന്താ പറയാ കരുനീക്കം, ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരുപക്ഷെ ഇതുവരെ മറ്റൊരു KPCC പ്രസിഡന്റിനും ഉണ്ടാകാത്ത വലിയൊരു വെല്ലുവിളിയാണ് കെ സുധാകരന്റെ മുന്നിലുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെയോ ശ്രീ ഉമ്മൻചാണ്ടിയുടെയോ അതും അല്ലാന്നുണ്ടെങ്കിൽ സുധീറിന്റെയോ മുല്ലപ്പള്ളിയുടെയോ ഒരു ശൈലി കെ സുധാകരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു ശൈലി പ്രതീക്ഷിച്ചുകൊണ്ടല്ല കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ശൈലി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പറയുമ്പോൾ മുൻപ് പല നേതാക്കളും വളരെ സംയമനത്തോടെ, സമചിത്തതയോടെ, വളരെ മാർദ്ദവത്തോടെ, മൃദുലതയോടെ ഉള്ള മറുപടികൾ പറഞ്ഞിരുന്ന സ്ഥാനത്ത് സുധാകരൻ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ആക്രമണ ശൈലി, അദ്ദേഹം ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വളരെ ഒരു എന്താ പറയാ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്ത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് അറിയാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിനോ വഴങ്ങലിനോ തയ്യാറായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കസേര സുരക്ഷിതമാകില്ല. പാർട്ടി അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന, പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കുറെ കൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ്. തീർച്ചയായിട്ടും AIC അങ്ങനെ ഒരു നേതാവിനെ തന്നെയാകും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരെ എല്ലാം പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരൻ എന്ന് പറയുന്ന വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ, അദ്ദേഹത്തിന്റെ ശൈലിയെ കുറിച്ചൊക്കെ ICCക്ക് നന്നായിട്ട് ഹൈക്കമാൻഡിനും അറിയാത്തതൊന്നുമല്ല. അപ്പൊ അദ്ദേഹത്തെ നിയോഗിച്ച സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന ചില ശൈലികളുണ്ട്, ചില രീതികളുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ എതിർക്കുന്നു, നേതാക്കൾ അദ്ദേഹത്തെ എതിർക്കുന്നു. പക്ഷേ നമ്മൾ കേരളം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അണികളുടെ ഭാഗത്തുനിന്ന് തീവ്രമായ ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പ് ഒരു ജില്ലയിലും ഒരു സ്ഥലത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയും വേണം. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഒരു പരിധി വരെ അണികളുടെ ആവേശം ഊതി പെരുപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ആവേശം പകരാൻ കെ സുധാകരന് കഴിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഒരു ഭാഗത്തുനിന്നും അണികളുടെ ഭാഗത്തുനിന്ന് എതിർപ്പിന്റെ സ്വരം ഉയരുന്നില്ല. അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം നല്ല ആൾക്കൂട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോട് അണികൾക്ക് നല്ല താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലിയെ എതിർക്കുന്ന ഒരു സമീപനം താഴെത്തട്ടിൽ ഉണ്ടാകുന്നല്ല. എങ്കിലും KS ബ്രിഗേഡ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അത് ഇത്തിരി അധികമാകുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു സാമാന്യ മര്യാദ, അല്ലെങ്കിൽ ആ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കെ സുധാകരന് കുറച്ചുകൂടി നന്നായി ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, അതായത് ഈ ഒരു സാമാന്യ മര്യാദയുടെ വിഷയം ഈ പറയുന്ന മുതിർന്ന നേതാക്കളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നോക്കൂ, എന്ത് വിഷയം വന്നാലും അവസാനം എത്തി നിൽക്കുന്നത് അത് ഈ പരാതികൾ ഉന്നയിക്കുന്ന നേതാക്കന്മാർക്കെതിരായ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുകയാണ് എന്ന് VM സുധീരൻ അടക്കമുള്ളവർ പറയുന്നു. മുല്ലപ്പള്ളി പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയണോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആക്രമിക്കാം, പ്രതിരോധിക്കാം, പക്ഷേ അതിനുമൊരു പരിധി വേണ്ടേ? അല്ലെങ്കിൽ ഈ KS ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്തരത്തിൽ നിങ്ങൾ തന്നെ സ്വന്തം നേതാക്കൾക്കെതിരെയല്ലേ തിരിഞ്ഞിരിക്കുന്നത്? സ്വന്തം നേതാക്കൾ തന്നെയല്ലേ ഈ പരാതി പറയുന്നത്? അതാണ് ചോദ്യമായി പ്രധാനമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മനു, ഇതില് കോൺഗ്രസിൽ എന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്തായാലും കോൺഗ്രസിനെ എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പൊ അതില് ആ കൂട്ടരെ കാണുന്ന ചില കാഴ്ചകളുണ്ട്. അത് അവർക്ക് പർവ്വതീകരിക്കാൻ തോന്നും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീതിയാണ്. ഞാൻ ഇത് തെറ്റു പറയുന്നില്ല.
നിങ്ങള് കോൺഗ്രസിൽ സുധാകരൻ കൂട്ടക്കുഴപ്പത്തിലേക്കോ എന്നതിന്റെ തുടക്കത്തിൽ പറയുമ്പോൾ ഈ കൂട്ടക്കുഴപ്പം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാകണം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുതിർന്ന നേതാക്കൾ അവരുടെ പരിഭവം പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്, മുല്ലപ്പള്ളിയും സുധീരനും. അതിന് ശ്രീ സുധാകരൻ വ്യക്തമായ മറുപടി അദ്ദേഹത്തിന്റെ ചില സംവിധാനങ്ങൾ കൂടെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവസാനം നിങ്ങൾ ചോദിച്ച ഈ നേതാക്കളെ അധിക്ഷേപിക്കുന്ന കാര്യം, അത് തെറ്റാണ്. അത് KS ബ്രിഗേഡ് എന്ന പേരിൽ ആരെങ്കിലും അതിന്റെ പിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു നേതാവിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ബ്രിഗേഡ് ഉണ്ടാക്കിയാൽ ആ നേതാവ് അതിനെ അംഗീകരിക്കണമെന്നില്ല. ഞാനതിൽ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ശ്രീ P. ജയരാജന്റെ PJRBയെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ അവസാനം അതിനെ തള്ളി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരുപാട് നേതാക്കൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. എന്താ, അവരറിയാതെ അവരുടെ പേരിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന പക്ഷേ ശ്രീകുമാർ, ഒരു സംശയം ഇവിടെ, അദ്ദേഹം അറിയാതെയല്ല ഈ KS ബ്രിഗേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ KS ബ്രിഗേഡുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സുധാകരന്റെ വളരെ അടുത്ത ആളുകൾ തന്നെയാണ്. അതിനടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. പോട്ടെ, ഇനി അങ്ങ് KS ബ്രിഗേഡിനെ അങ്ങ് മാറ്റി നിർത്തൂ. ഇന്നലെ റിജിൽ മാക്കുറ്റി പറഞ്ഞത് എന്താണ്? റിജിൽ മാക്കുറ്റിയും K. സുധാകരൻ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു തിരുത്തെങ്കിലും സുധാകരൻ വരുത്തേണ്ടതായിരുന്നില്ലേ? ശകുനിയുടെ മനസ്സാണ് VM സുധീരൻ എന്ന് പറയുന്നു. ആദർശം തിന്നുകൊണ്ടിരുന്നാൽ പാർട്ടി വളർത്താൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുന്നു. ഈ KS ബ്രിഗേഡിനെ മാറ്റി നിർത്തിയേക്കൂ. റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിലെങ്കിലും ഒരു തിരുത്ത് വരുത്തേണ്ടതല്ലേ KPCC അധ്യക്ഷൻ? ആ ഒരു മര്യാദ കാണിക്കേണ്ടതല്ലേ? രണ്ടാണ്. KPCC പ്രസിഡന്റ് പേരുള്ള ബ്രിഗേഡ് അഭിപ്രായം പറയുന്നതും റിജിൽ മാക്കുറ്റി അഭിപ്രായം പറയുന്നത് രണ്ടാണ്. റിജിൽ മാക്കുറ്റി നടത്തിയ അഭിപ്രായത്തോടെ കോൺഗ്രസ് ഒരു കാലത്തും യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞതായിരിക്കും. അങ്ങനെ കോൺഗ്രസിലൊരു നേതാവ് പറയാനും പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ KS ബ്രിഗേഡ് നടത്തുന്നത് വേറെ കാര്യമാണ്. കാരണം KS ബ്രിഗേഡ് എന്ന് വെച്ചാൽ സുധാകരൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പണ്ട് തുടങ്ങുമ്പോൾ. പക്ഷെ അതിന് വഴിതെറ്റി പോകുന്ന കാര്യത്തിൽ പലപ്പോഴും നേതാക്കൾക്ക് അറിയാറില്ല. ഞാൻ ഉദാഹരണം വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലുണ്ടായ ഈ വിമാനത്തിൽ കയറിയതുമായി ബന്ധപ്പെട്ട വിഷയമടക്കം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അന്നും ഈ KS ബ്രിഗേഡിൽപ്പെട്ട ആളുകളടക്കം സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ KS ബ്രിഗേഡിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളടക്കം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. അപ്പോൾ ഇത് വഴിതെറ്റിപ്പോയതാണെന്നോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സുധാകരൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്ന മനുവിന് മനസ്സിലായിട്ടില്ല എന്നോ? ഞാൻ പറയുന്നത് KS ബ്രിഗേഡ് സുധാകരൻ അറിഞ്ഞുകൊണ്ട് പണ്ട് ഉണ്ടായിട്ടുള്ള സംഭവമായിരിക്കാം. പക്ഷേ അതിൽപ്പെട്ട ചിലർ എന്തെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ഓരോ കമന്റിനും KPCC പ്രസിഡന്റ് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൽ അദ്ദേഹത്തിന് പിന്നെ വേറൊരു കാര്യമുണ്ട് മനു, നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമുണ്ട്. അതില് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും തന്റെ അനുയായികളെ തള്ളിപ്പറയില്ല. അത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും തള്ളിപ്പറയില്ല. അത് രാഷ്ട്രീയത്തിൽ ഏത് പ്രസ്ഥാനമാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു നേതാവിനൊപ്പം നിൽക്കുന്നവരെ ആ നേതാവ് തള്ളി പറയില്ല. അത് രാഷ്ട്രീയമാണ്. അങ്ങനെ തള്ളി പറഞ്ഞാൽ പിന്നെ നേതാവിന് അണികൾക്കുള്ള സ്ഥാനം ഉണ്ടാവുമോ? അവർക്കൊപ്പം നിൽക്കുന്നവരാണ് നേതാവ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തള്ളി പറയില്ല ഒരു നേതാവും. സുധാകരൻ അല്ല, ആരെയും തള്ളി പറയില്ല. അത് ഏത് നേതാവാണെങ്കിലും തള്ളി പറയില്ല. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ച കാര്യം, ഈ മറ്റേ KPCCയിലെ എന്തോ കുഴപ്പം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യം, എന്ത് കുഴപ്പമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നിങ്ങൾ പറയൂ. കാരണം സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ആയതിനു ശേഷം KPCC ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് വന്നു, പിന്നെ DCC പ്രസിഡന്റുമാരെ നിയമിച്ചു, പിന്നീട് KPCCയുടെ ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സംവിധാനം ചെയ്തു. ഇനിയിപ്പോ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. ഇത് ആദ്യമേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടെ ഘട്ടമായിട്ടുള്ള ഒരു പുനഃസംഘടനയാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഈ KPCC എക്സിക്യൂട്ടീവ് ആണ് ഇന്ന് പരമാധികാരമുള്ള എക്സിക്യൂട്ടീവ്. KPCC ജനറൽ ബോഡിയിലും എക്സിക്യൂട്ടീവിലും ഒരേ രീതിയിലാണ് തീരുമാനം വന്നത്. ജനറൽ ബോഡിയിലെ 2-3 പേര് പറഞ്ഞു പുനഃസംഘടന പാടില്ലത്. പക്ഷേ എക്സിക്യൂട്ടീവിലെ ഏതാണ്ട് എല്ലാവരും തന്നെ സമ്മതിച്ചു. DCC പ്രസിഡന്റുമാരും ഏതാണ്ട് എല്ലാവരും അതിനനുകൂലിച്ചു. അങ്ങനെ എക്സിക്യൂട്ടീവ് അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ പ്രസിഡന്റിന് അധികാരമുള്ളൂ. അതാണ് ഇത് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഹൈക്കമാൻഡോ എന്ന് ചോദിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ സംവിധാനം ചെയ്ത പാർട്ടിയുടെ ഫോറങ്ങൾ ചർച്ച ചെയ്ത തീരുമാനം ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ അവിടെ നടപ്പാക്കുള്ളൂ. അതിനിടയ്ക്ക് ചില നേതാക്കൾക്ക് വിമർശനം ഉണ്ടാകും. അങ്ങനെ വിമർശിക്കപ്പെടുന്ന നേതാക്കളുടെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മുൻ KPCC പ്രസിഡന്റ് മുതിർന്ന നേതാക്കളുമായിട്ടുള്ള ആളുകളെ KPCC പ്രസിഡന്റിനെ ചിലപ്പോൾ ശാസിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാനോ കഴിഞ്ഞൊന്നും വരില്ല.
കാരണം തുല്യരായ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തുല്യരിൽ ഒന്നാമനാണ് KPCC പ്രസിഡന്റ്, മറ്റുള്ളവരെല്ലാവരും തുല്യരാണ്. അപ്പൊ ഒരു തുല്യരായ ഒരുപാട് പേര് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിലൊരാൾക്ക് മാത്രം അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് കോൺഗ്രസ് പക്ഷേ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ശരി, ഞാൻ അത് സമ്മതിച്ചു. പക്ഷേ ഈ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിലൊരു ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഈ നോക്കൂ, ഈ സമീപകാലത്ത് വിമർശനങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത് ഒരു ചർച്ചയും നടക്കുന്നില്ല, ആശയവിനിമയം നടക്കുന്നില്ല, സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. ബെന്നി ബെഹനാൻ ഒരു പടി കൂടി കടന്ന് KPCCയിലെ കാര്യങ്ങളടക്കം നിയന്ത്രിക്കുന്നത് താങ്കളും ഞാനും നേരത്തെ സംസാരിച്ച KS ബ്രിഗേഡ് ആണോ എന്ന് ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്ന് K സുധാകരൻ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തതാണ് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ. KPCCയുടെ വേദികളിൽ നേതാക്കൾ പരസ്പരം അഭിപ്രായങ്ങൾ പറയും. രൂക്ഷമായി തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതില്ല, പറയാതെ നമ്മളൊന്നും മാധ്യമപ്രവർത്തകരൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ഒരു ഇതൊക്കെ ഇപ്പൊ അറിയാൻ എന്താ ബുദ്ധിമുട്ട്? വലിയ കേഡർ പാർട്ടികളുടെ യോഗത്തിൽ നടക്കുന്നത് പോലും അപ്പൊ തന്നെ പുറത്തു വരുന്നു. അപ്പൊ അതിലൊന്നും വലിയ പുതുമയുള്ള ശരിയായിരിക്കാം. പക്ഷെ ഞാനീ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാല്, KPCCയിലെ KPCC പ്രസിഡന്റുമാരും മുതിർന്ന നേതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ KPCC പ്രസിഡന്റിന് ആവില്ല മനു. അത് പരിഹരിക്കാൻ കഴിയുന്ന ഫോറം ഹൈക്കമാൻഡ് ആണ്. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കാനായി നിയമിക്കപ്പെട്ടിട്ടുള്ള KICCയുടെ ജനറൽ സെക്രട്ടറി ആ വികാരം ബന്ധപ്പെട്ട വർക്കിംഗ് കമ്മിറ്റിയിൽ അറിയിക്കും. ആ വർക്കിംഗ് കമ്മിറ്റിയാണ് ഇവരുടെ പരാതിയിൽ കഴിവുണ്ടെങ്കിൽ അതിന് ഇടപെടുക. ശരി, ഞാൻ താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ തിരികെ വരാം. ശ്രീ ലാൽകുമാർ, അതായത് ഈ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സുധാകരൻ KPCC അധ്യക്ഷനായി വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖച്ഛായ മാറ്റും, ഈ ഗ്രൂപ്പുകൾക്കൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു രീതിയിൽ ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായല്ലോ. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആത്യന്തികമായി ഈ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കും. ഞാനത് വീണ്ടും എടുത്തു ചോദിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം ജോജുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വന്ന വിഷയങ്ങൾ, ഇന്നലെ സുധീറിനെതിരെയും ഒക്കെ റിജിൽ മാക്കുറ്റിയെ പോലുള്ളവർ പറഞ്ഞത്. മറ്റൊന്ന്, ഇന്ന് കൗതുകകരമായ ഒരു വാർത്ത കണ്ടു. ഇടുക്കി DCC അധ്യക്ഷൻ്റെതാണെന്ന് തോന്നുന്നു, അധ്യക്ഷനെതിരെ ബാർബർമാരുടെ സംഘടന രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അടക്കം നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ ഒരു പൊതുവായ സംസ്കാരത്തിൽ സുധാകരന്റെ ഇടപെടലുകൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണോ? അല്ല, പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. റിജിൽ മാക്കുറ്റിയെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന, നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ VM സുധീരനെ പോലുള്ള ഒരാളെ ശകുനി എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തിയെങ്കിൽ അതിനകത്തൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ നോക്കൂ, ഒരു LC സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടിനെ ശകുനി എന്ന് വിളിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് അതിനെ എടുക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിലെ വലിയ ഒരാളാണ് VM സുധീരൻ. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കാം, രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം പറയാം, ശക്തമായി തന്നെ നമ്മൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയുന്ന ആളെ എതിർക്കണം. പക്ഷേ വ്യക്തിപരമായി ശകുനിയാണ്, ഇദ്ദേഹം ഒരു പ്രശ്നക്കാരനാണ്. മഹാഭാരത യുദ്ധം ഉണ്ടായതും കൗരവർ നശിച്ചതിനും കാരണം ശകുനിയാണ് എന്നുള്ളൊരു വിലയിരുത്തലല്ലേ യഥാർത്ഥത്തിൽ നടത്തുന്നത്? അങ്ങനെ നടത്തുന്നത്, ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടത്തുന്നത് ശരിയാണോ? ഇതിപ്പം കെ സുധാകരൻ അല്ലല്ലോ ഈ പാർട്ടി ഇവിടെ വരെ എത്തിച്ചത്. കെ സുധാകരൻ ഇന്നലെ കോൺഗ്രസിൽ വന്ന ആള് അല്ലേ? കെ സുധാകരൻ എന്നാ കോൺഗ്രസിൽ വന്നത്? അതിനു മുമ്പേ വെള്ളം കോരിയ ആളല്ലേ VM സുധീരൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പം ഇത് രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലേലും ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് രക്ഷപ്പെട്ടാൽ നല്ലത്, കാര്യം ഇവർ കുറച്ചുപേരെങ്കിലും BJP പോകത്തില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഇത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ കുഴപ്പം, അടിസ്ഥാനപരമായി ഇവർ മുതിർന്ന നേതാക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. KS ബ്രിഗേഡുമായി ബന്ധപ്പെട്ട ഇവിടെ ശ്രീകുമാരേട്ടൻ സൂചിപ്പിച്ചു, മറ്റുള്ള ആൾക്കാരൊക്കെ സൂചിപ്പിച്ചു. അത് ശരിയാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുമോ? പക്ഷെ അതിനെ തള്ളി പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാനും ശ്രീകുമാരൻ ചേട്ടനും തമ്മിൽ ഇരുന്നപ്പോൾ തള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു സുധാകരൻ. ഇന്ന് തള്ളി പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. തള്ളി പറഞ്ഞെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. പക്ഷേ ബെന്നി ബെഹനാനെ പോലൊരാള് ചോദിക്കുന്നത് കേൾക്കുന്നു, താങ്കൾ തന്നെ സൂചിപ്പിച്ചില്ലേ? അപ്പം പൊതുവികാരമായി കോൺഗ്രസ് മൊത്തത്തിൽ സുധാകരന്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ള നമ്മുടെ വിമർശനമോ നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നതായിരിക്കാം ശരി.
അത് സത്യമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം. നിങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിനെ ടി വിയിൽ കണ്ടിട്ട് എത്ര നാളായി? ഞാൻ ടി വി കണ്ടിട്ട് കുറച്ച് നാളായി അദ്ദേഹത്തിന്. ഞാൻ ഇന്ന് നിങ്ങളുടെ സ്ക്രീനിലാണ് അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സാറും മുല്ലപ്പള്ളി അദ്ദേഹം കൂടെ ഒന്ന് ചായ കുടിക്കുന്ന ഒരു സീൻ കണ്ടത്. അല്ലാതെ ഞാൻ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ ശക്തമായി എതിർത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഹരിപ്പാട്ടെ MLA ആണ്. മനസ്സിലായില്ല? ആ ഹരിപ്പാട്ടെ MLAക്ക് കേരളത്തിനോട് ഒന്നും സമ്മതിക്കാനില്ലാത്ത രീതിയിൽ പെരക്കകത്ത് കയറി ഇരിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പം ബെന്നി ബെഹനാൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ആണെങ്കിലും ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഇവരുമായി ഉണ്ടാകാം. ഈ എതിരഭിപ്രായങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഇവിടെയും ഇവിടെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുക അല്ലെ? നമ്മൾ പറഞ്ഞാൽ പരിഹരിക്കാൻ എനിക്കെതിരെ ആയിരുന്നു പരാതി കൊണ്ട്, എന്നാ പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കോ? അപ്പൊ എനിക്കെതിരെ വരുന്ന പരാതി അത് പരിഹരിക്കാനുള്ള എന്റെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? അപ്പൊ ഇത് കൈ എഴുതുന്ന ഒരു പരിപാടിയാണ്. അത് എന്തുകൊണ്ട് അതിലെനിക്ക് വേറെ സംശയം കൂടി ഉണ്ട്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ, ഈ നിങ്ങളുടെ ഈ പരാതി പരിഹരിക്കാനൊന്നും തൽക്കാലത്തേക്ക് എനിക്ക് സമയമില്ല, വേണമെങ്കിൽ ഹൈക്കമാൻഡിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ നേതാക്കൾ ഹൈക്കമാൻഡിലേക്ക് പരാതിയുമായിട്ട് പോയി എന്ന് തന്നെ ലാല് വെക്കുക, എന്തെങ്കിലും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നിലപാട് തിരിച്ചു പറയാനുള്ള ആർജവം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഹൈക്കമാൻഡിനുണ്ട് എന്ന് താങ്കൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനല്ല. ഇവിടെ അങ്ങനല്ല മനു പറഞ്ഞ രീതിയിൽ അതിനെ കാണണ്ട. ഹൈക്കമാൻഡ് ഈസ് ഈക്വൽ ടു KC വേണുഗോപാൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കമാൻഡ് ഈസ് ഈക്വൽ ടു KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇവിടെ വെട്ടിനിരത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ KC വേണുഗോപാലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഇടപെട്ടിട്ടിരിക്കുന്ന ഒരു സംഘടന പിന്നെ ഈ പറയുന്ന ഈ കാര്യങ്ങളും കൊണ്ട് അങ്ങോട്ട് പോവുമോ? പോയാ കേൾക്കുമോ? എനിക്ക് തോന്നുന്നു ഇവരെന്തെങ്കിലും ഒരു പേപ്പറും കൊണ്ട് കടലാസ് കഷ്ണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചു കയറി അപ്പോഴേ തോട്ടിക്കളയും. അതിപ്പോ രാഹുൽ ഗാന്ധിയും തോട്ടിക്കളയും തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം കേൾക്കത്ത് പോലുമില്ല. യെസ് സർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാ. ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടല്ലോ, ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, ഒരു കേന്ദ്രമന്ത്രിയുടെ കീഴിൽ നിന്നാണ് ഞാൻ ഇയാളെ പിടിച്ചത്, നിങ്ങൾ അവിടെ വരെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് സല്യൂട്ട് അടിച്ചിട്ട് തിരിച്ചു പോരാമെന്ന് പറയത്തില്ലേ? എന്ന് പറയുന്നത് പോലെ ഇവരങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ കൊടുക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോരാമെന്നല്ലാതെ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ കാര്യത്തിൽ കേരളത്തിലെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അല്ല സംഭവം. ഇത് KC വേണുഗോപാലാണ് തീരുമാനിക്കുന്നത്. ഞാൻ പണ്ട് ഉപയോഗിച്ച കൈരളിയിൽ ഇരുന്ന ചർച്ചയിൽ തന്നെ ഉപയോഗിച്ച ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കാം. അത് നല്ല ഭാഷയാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ അറഞ്ചം പുറഞ്ചം അങ്ങ് വെട്ടി. KC വേണുഗോപാല് അറഞ്ചം പുറഞ്ചും വെട്ടി. അതിനുപയോഗിച്ച വാളാണ് സുധാകരനും സതീശനും. സതീശൻ വന്നത് എനിക്ക് സന്തോഷമാണ്. കാര്യം ഒരു ചേഞ്ച് ജനസമൂഹം ആഗ്രഹിക്കുന്നതാണ്. സതീശന് എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് അന്നും തുറന്നു പറയുന്നതിന് ഒരു മടിയുള്ള ആളല്ലേ. അദ്ദേഹം ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ശ്രമിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. സുധാകരന്റെ കാര്യത്തിലും അദ്ദേഹം ശ്രമിക്കട്ടെ എന്ന് പറയുന്ന ആള് തന്നെയാണ്. എനിക്ക് അതിനകത്ത് മാറ്റമില്ല. ആള് മാറിക്കോട്ടെ. ആള് മാറി. ഒരു KPCC അധ്യക്ഷൻ വേറൊരാൾ വന്നു കഴിഞ്ഞപ്പം ശ്രമിക്കുന്നതിന് തരുന്നില്ല. പക്ഷെ ശ്രമിക്കുന്ന ആള് വരുന്ന ഉടനെ പറയുന്ന കാര്യങ്ങൾ അത് CPIM എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ. അത് അവരെ നമുക്ക് രാഷ്ട്രീയമായിട്ട് എതിർക്കാം. ഈ പറയുന്ന കോൺഗ്രസിന്റെ കതർ വിട്ടുകൊണ്ട് കിടന്ന VM സുധീരനും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടുന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു കുഴപ്പമുണ്ടെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആദ്യം തന്നെ KC വേണുഗോപാലും കൂട്ടരൂടെ ചേർന്ന് ഈ സുധാകരനെയും അല്ലെങ്കിൽ മറ്റാൾക്കാരെയും കൂടെ അദ്ദേഹത്തിന്റെ കോക്കസിൽ നിൽക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ച് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കരക്കയറ്റി. സത്യത്തിൽ ആദ്യം ഉമ്മൻചാണ്ടി സാറിനാണ് കരക്കയറ്റിയത്. കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ ഗ്രൂപ്പാണ് അപ്പുറത്ത് നിൽക്കുന്നത്. സുധാകരൻ വിശാല ഐക്യത്ത് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും വിശാല ഐക്യത്ത് നിൽക്കുന്നതാണ്. പിടിക്കാൻ ഇച്ചിരി എളുപ്പമാണ്. അപ്പൊ ആദ്യം ഉമ്മൻചാണ്ടി സാറിനെ കരക്കയറ്റി. അത് കഴിഞ്ഞ് പിന്നെ രമേശ് ചെന്നിത്തല ഇപ്പൊ എവിടാന്ന് പോലും വരത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് വിട്ടേക്കാം. രമേശ് ചെന്നിത്തല ഒന്നും പറയുന്ന പോലും ഇല്ല. അപ്പൊ രാഷ്ട്രീയ കേരളത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അന്ന് ഇവർ പറഞ്ഞെന്താ, രമേശ് ചെന്നിത്തല ഒതുക്കി, അദ്ദേഹം ഹരിപ്പാട് MLA അല്ലേ, അദ്ദേഹത്തിന് പറയരുതോ, അദ്ദേഹം കരക്കേറിയിരിക്കുന്ന ആളാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്നൊക്കെ ഇവർ വലിയ വീരവാദം അയച്ചതാ. പക്ഷെ അദ്ദേഹം ഇപ്പൊ കരയ്ക്കാം. അദ്ദേഹം എവിടെ വീട്ടിലായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഇവരെയൊക്കെ ഒതുക്കിയോ? അപ്പൊ നമ്മുടെ വിലയിരുത്തൽ, എന്റെ വിലയിരുത്തൽ ഒതുക്കി. ആ ഒതുക്ക് ആരുടെ താല്പര്യത്തോടു കൂടി? അത് ഈ പറയുന്ന KC വേണുഗോപാലിന്റെ താല്പര്യത്തോടു കൂടി ഹൈക്കമാൻഡ് ചെയ്തു കൊടുത്ത കാര്യമാണ്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്, അത് നമ്മുടെ ഹെഡേക്ക് അല്ല. പക്ഷെ ആ ഒതുക്ക് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പൂർണ്ണമായും കരക്ക് കയറിയിരിക്കാനുള്ള വിസ എടുത്ത് കൈ കൊടുത്തിരിക്കുകയാണ്. കയറി മാറിയിരുന്നു.
ഇതിനകത്തോട്ട് ഇടപെടുമ്പോൾ VM സുധീരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്നെ കുറിച്ച് നിങ്ങൾക്ക് പരിഭവം ഉണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വേറെ എവിടെയെങ്കിലും പറയൂ. എനിക്കപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റിനെ കുറിച്ച് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റിന് അതിനകത്ത് ഉത്തരവാദിത്തമില്ല. ഐ സ്റ്റാൻഡ് കറക്റ്റഡ് മൈസെൽഫ് അല്ലേ? ശ്രീകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, മറുപടി പറയേണ്ടതല്ലേ? ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. വളരെ വേഗം. എനിക്കെതിരെ വരുന്ന ഒരു പരാതി, അതിനകത്ത് ഏറ്റവും മാന്യമായി എന്റെ ഇടപെടൽ എങ്ങനെയാണ് വേണ്ടത്? എനിക്കെതിരെ ഒരു പരാതി എസ്കലേറ്റ് ചെയ്ത് മേളിലേക്ക് പോകാതിരിക്കുക. അത് ജനാധിപത്യപരമായി ഞാൻ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക. ഇത് പരാതി പറയുന്ന ആൾക്കാരോട് ഇവര് പറഞ്ഞെന്താ, താനൊക്കെ എന്തേലും കാണിച്ചു, ഇതാണ് ലൈൻ, ഇതാണ് താനൊക്കെ എന്തേലും കാണിച്ചു. ലാലിലേക്ക് വരാം. ശ്രീകുമാർ, മറുപടി പറയേണ്ടതല്ലേ? ആ രീതിയിലാണോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു പരാതി വരുമ്പോൾ ജനാധിപത്യപരം, നിങ്ങൾ എപ്പോഴും പറയുന്നത് ഏറ്റവും ജനാധിപത്യപരമായി സംവദിക്കുകയും കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്ന പാർട്ടി എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണോ അതിനെ പരിഹരിക്കേണ്ടത്? ഞാൻ മുന്നോട്ട് വെച്ചതല്ല, ലാൽ മുന്നോട്ട് വെച്ച ചോദ്യമാണ്. മനു, ഇതിൽ പരാതി ഒന്നും ആരും പറഞ്ഞിട്ടില്ല. സുധീരനും മുല്ലപ്പള്ളിയൊക്കെ അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നത് പറയുന്നതുകൊണ്ട് യാതൊരു മടിയില്ല. അല്ല ശ്രീകുമാർ, അത്തരത്തിൽ അഭിപ്രായങ്ങൾ പരസ്യമായി പറയേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തിപ്പോകുന്ന ഒരു സാഹചര്യം താങ്കളൊന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. അവരെവിടെ ഇരുന്ന ആളുകളാണ്, ഈ പാർട്ടിയെ എങ്ങനെ നയിച്ച ആളുകളാണ്. ആ ഒരു പാരമ്പര്യമൊക്കെ ഇപ്പോൾ മറക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അത്ര വേഗം? ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയിലും ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയാണിത്. പക്ഷേ ഈ ലാൽ അത് കോൺഗ്രസിനെ കുറിച്ച് വളരെ വാചാലമായിട്ട് പറഞ്ഞു, നല്ല കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ അല്ല, CPM-ൽ ഉണ്ടായിട്ടില്ലേ BS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞൊരു DYFI നേതാവല്ലേ? അതൊരു ആക്ഷേപമല്ലേ? എത്രയോ സംഭവങ്ങൾ ഈ പിണറായി VS ശ്രീമാരായിട്ട് ഇടപെടുകയല്ല, അത് തിരുത്തപ്പെട്ട വിഷയമാണ്. സ്വരാജ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ടും ഞാൻ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതിനകത്ത് ക്ഷമിക്കണം, ഞാൻ പിന്നെ ഇടപെടത്തില്ല. അതിൽ തിരുത്തൽ വന്നിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാർ വീണ്ടും പറഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ്. കേഡർ സംവിധാനത്തിനകത്ത് അടച്ചിട്ട മുറിയിലെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതുപോലെ അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സ്വരാജ് റിജക്ട് ചെയ്തിട്ടുള്ളതാണ്. സ്വരാജുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ തൃപ്പൂണിത്തുറ പോയി വോട്ട് പിടിച്ചതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തുന്നുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമായി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് മോശമായ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നും അത് ശരിയായ രീതിയിലല്ല എന്നും സ്വരാജ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിന് VS അച്യുതാനന്ദൻ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നതിനകത്ത് ഒരു ശരികേടുണ്ട്. ഞാൻ ഇടപെട്ട് പറഞ്ഞതല്ല, ഞാൻ താങ്കൾ കണ്ടിന്യൂ ചെയ്യാം, ക്ഷമിക്കണം. അതായത് ഞാൻ ലാൽ ഇടപെടുന്നതിൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഞാനും കോൺഗ്രസ് പ്രതിനിധിയല്ല, ഞാൻ കോൺഗ്രസിന്റെ സഹയാത്രികനാണ്. അതെ, അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതില് അങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലോ വേറെ വിഷയം, പക്ഷെ പറഞ്ഞു എന്നുള്ളത് ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ സ്വരാജ് മറുപടി പറയുകയുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ചർച്ച അവിടെ അവസാനിച്ചതാണ്. അതല്ല നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയം. ഇത് പരസ്യമായി വാക്കുകളുണ്ട് നമ്മുടെ മുൻപിൽ. ഈ പറയുന്ന സുധീരന്റെ ആണെങ്കിലും മുല്ലപ്പള്ളിയുടേതാണെങ്കിലും വാക്കുകൾ നമ്മുടെ സഹിതം മുൻപിലുണ്ട്, ഊഹാപോഹമല്ല. എല്ലാം മുമ്പിലുണ്ട് എന്റെ മനു. നമുക്ക് ഒരു കാര്യം മാത്രം മുന്നിലും മറ്റുള്ളതിനെ പിന്നിലേക്കും ആക്കരുത്. ഒന്ന് മുന്നിൽ കയറി വരുമ്പോൾ മറ്റേത് അതിന്റെ പിന്നിലുണ്ടാവും. അത്രേ പ്രശ്നമുള്ളൂ. അപ്പൊ അത് നമ്മളെ തർക്കിക്കാനല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പിണറായി VS തർക്കത്തിന്റെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പത്രസമ്മേളനം കഴിയുമ്പോൾ VS അച്യുതാനന്ദൻ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കൊക്കെ എന്ത് രസകരമായ അഭിപ്രായങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ പാർട്ടികളിലൊക്കെ സംഭവിക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും കൂടുതൽ സംഭവിക്കും. കോൺഗ്രസിൽ ഇപ്പോൾ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് പുനഃസംഘടന നടക്കുന്ന കാലമാണ്. സംഘടനയുടെ കീഴ്ത്തട്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കാലമാണ്. അപ്പോൾ കോൺഗ്രസിൽ മുമ്പുണ്ടായിരുന്ന എത്രയോ ഭിന്നത ഇപ്പൊ വന്നിരിക്കുന്നു. മുൻപുണ്ടായിരുന്നേക്കാട്ടിൽ എത്രയോ വ്യത്യാസം വന്നിരിക്കുന്നു. ഇപ്പൊ മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായം പറയാൻ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ അഭിപ്രായം ഹൈക്കമാൻഡിൽ പറയണമെന്ന് പറയുന്നതാണ് ശരി, അത് തെറ്റല്ല. KPCC പ്രസിഡന്റിനെ കുറിച്ച് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കേണ്ടത് KPCC പ്രസിഡന്റിനോടല്ല. ആ പരാതി പറയേണ്ടത് മുതിർന്ന നേതാക്കൾ പറയേണ്ടത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയോടാണ്. AICC ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് ആദ്യം ഇവർ പരാതി പറഞ്ഞത്. അത് താങ്കൾക്ക് ഓർമ്മയില്ലേ? ആ AICC ജനറൽ സെക്രട്ടറി ആരാണ്? അദ്ദേഹത്തെ കുറിച്ചാണ് പരാതി പറഞ്ഞത്. പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമുക്കെല്ലാം, താങ്കളും മാധ്യമ പ്രവർത്തകരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇൻ കേസ് ഇപ്പോൾ പരാതിയുമായി പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ലാൽ കുറച്ച് സമയം മുമ്പ് കൃത്യമായി അതിൽ പറഞ്ഞതല്ലേ? അവിടുത്തെ തീരുമാനം കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത്? KC വേണുഗോപാലിന് അപ്പുറത്തേക്ക് ഒരു ഇല അനക്കാൻ ഈ പറയുന്ന നേതാക്കൾക്ക് കഴിയുമോ?
അല്ല, അങ്ങനെ പറയേണ്ടതൊക്കെ അങ്ങനെ പറയാം. പക്ഷെ യഥാർത്ഥ രാഷ്ട്രീയം പറയുന്ന കാര്യം, കേരളത്തിൽ താരിഖ് അൻവർ ആണ് AICC ജനറൽ സെക്രട്ടറി. താരിഖ് അൻവറെ കുറിച്ച് ഞാനടക്കം ആക്ഷേപം പറഞ്ഞിട്ട് ഈ ചർച്ച തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചർച്ച തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ എടുത്ത ഒരു നിലപാട്, ആ നിലപാടിൽ ഉണ്ടായ ചില വീഴ്ചകളെ കുറിച്ച് ഞാനും പറഞ്ഞിട്ടുണ്ട്. അതല്ല പരാതി. ഈ പരാതി എന്ന് പറയുന്നത് ഒരാൾക്ക്, ഒരു മുതിർന്ന നേതാവിന്റെ അഭിപ്രായം ഒരു കാര്യത്തിൽ ഭിന്നതയുണ്ടെങ്കിൽ അത് പറയേണ്ട വേദി ഹൈക്കമാൻഡാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് വർക്കിംഗ് കമ്മിറ്റിയാണ്. ഈ AICCയുടെ പ്രതിനിധി, ജനറൽ സെക്രട്ടറി എന്നൊരു പ്രതിനിധിയാണ്. KC വേണുഗോപാലിനെ നമ്മളിലേക്ക് വലിച്ചിഴക്കുന്നത് അദ്ദേഹം മലയാളി ആയതുകൊണ്ടാണ്. കാരണം KC വേണുഗോപാലാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ KC വേണുഗോപാൽ അല്ല അഭിപ്രായം തീരുമാനിക്കുന്നത്. KC വേണുഗോപാലിൻ്റെതായ അഭിപ്രായം ഉണ്ടെന്നുള്ള ശരി തന്നെയാണ്. കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് AICC ജനറൽ സെക്രട്ടറി എന്ന പലരും അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മറന്നുപോയ ഒരാളുണ്ട്, ആലപ്പുഴ ജില്ലക്കാരനായ മരിച്ചുപോയ വളരെ മാന്യനായ ഒരു വാസുദേവ പണിക്കർ ഉണ്ടായിരുന്നു. വാസുദേവ പണിക്കർ AICCയുടെ പവർഫുൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അപ്പൊ അദ്ദേഹം അക്കാര്യത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ KPCCയെ സംബന്ധിച്ചുള്ള KPCC പ്രസിഡന്റ് എടുക്കേണ്ട നിലപാട് എന്താണ്? ആ നിലപാട് എനിക്ക് എന്നെ കുറിച്ചുള്ള ആക്ഷേപം ഞാൻ എങ്ങനെ പരിഹരിക്കും? എന്നെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഹൈക്കമാൻഡിനാണ്. കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യസ്ഥൻ മാത്രമാണ്. അങ്ങനെ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഞാൻ പ്രാവർത്തികമാക്കുമ്പോൾ അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പറയേണ്ടത് ഹൈക്കമാൻഡിലാണ്. അതാണ് ഏറ്റവും നല്ല നിർദ്ദേശം. താങ്കളുടെ നിലപാടിലേക്ക് ഞാൻ വളരെ വേഗം തിരികെ വരാം. ശ്രീ ജോർജ് പടിപ്പാറ, താങ്കൾ അല്പസമയം മുമ്പ് പറയുകയുണ്ടായി, അതായത് ഈ അണികളിലൊക്കെ, ഈ നേതാക്കൾക്കപ്പുറത്തേക്ക് അണികളിലൊക്കെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതീക്ഷ വളർത്താൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ആവേശം വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. നമുക്ക് ഈ സമീപ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു നോക്കാം. ഈ അപക്വമായ സമര രീതികൾ അല്ലെങ്കിൽ എടുത്തുചാടിയുള്ള നടപടികൾ നോക്കൂ. ഇപ്പോൾ ഈ ജോജുവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ എടുക്കാം. അവരുടെ അന്ന് ഇന്ധന വില വർധനയ്ക്കെതിരെ അവർ മുന്നോട്ട് വച്ച ആ ഒരു ആശയത്തെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ സമരത്തിന് ശേഷം ജോജുവിനെതിരെ അവർ സ്വീകരിച്ച വാക്കുകൾ, നിലപാടുകൾ, ഇതൊക്കെ എന്തൊക്കെയായിരുന്നു? ഇതൊക്കെ ഈ അണികൾക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചില ചിന്തകളും വികാരങ്ങളുമില്ലേ? ഇന്ധന വില വർധനവയ്ക്കെതിരെ തുടങ്ങിയ സമരമാണ്. ഇന്നിപ്പോൾ സിനിമാക്കാരെ എവിടെ കണ്ടാലും അവരെ എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സിനിമയുടെ പോസ്റ്റർ മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റീത്ത് വയ്ക്കാൻ പോകുന്നു തിയേറ്ററിന്റെ മുൻപിൽ. ഇതൊക്കെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? മനു, താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് സാങ്കത്യം ഉണ്ട് എന്നുള്ളത് ഇപ്പോ അംഗീകരിക്കാതെ പറ്റില്ല. ഇപ്പൊ ജോജുവിന്റെ കാര്യത്തിൽ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ, വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലായിരുന്നു അന്നത്തെ സമരം എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയോ. കാരണം ഇതിനു മുമ്പ് നടന്ന സമരങ്ങൾ, അത് ഏത് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, CPM ആകട്ടെ, അല്ലെങ്കിൽ CPI ആവട്ടെ, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമരമാർഗം തന്നെയാണ് ഇതുപോലെ എന്താ പറയാ മാനം മുട്ടുയരുന്ന ഇന്ധന വിലക്കെതിരെ ദേശീയപാത തടഞ്ഞുകൊണ്ടുള്ള ഒരു നിശ്ചിത സമയത്തേക്ക് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം മുമ്പും ധാരാളമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. ദേശീയപാത മാത്രമല്ല, റെയിൽ ഉപരോധം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ഒരു സമരമാർഗമായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് CPM ആയിരിക്കും. അപ്പൊ ഈ സമരത്തിന്റെ രീതിയെ കുറിച്ചൊന്നും നമുക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മേനി നടിക്കാൻ കഴിയില്ല. ഇല്ല, സമരത്തിന്റെ രീതിയെ കുറിച്ച് മേനി നടിക്കുകയോ അല്ലെങ്കിൽ അഭിമാനം കൊള്ളുകയോ ചെയ്തതല്ല ഞാൻ ചോദിച്ചത്. ആ വിഷയത്തിൽ ഈ ജോജുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ നേതൃത്വം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഒന്ന് ജോജു വ്യക്തിപരമായിട്ട് നമ്മളിപ്പോ പാർലമെന്ററി അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ആശയ സംഹിതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ വഴി തടയാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് അവകാശമുണ്ടോ അതേ അവകാശം വഴി തടയപ്പെടാതെ സ്വന്തം ലക്ഷ്യസ്ഥാനത്തേക്ക് സ്വതന്ത്രമായും അതുപോലെ തന്നെ സുഗമമായും എത്തിച്ചേരാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും ജോജുവിനും കൊടുത്തിട്ടുണ്ട്. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ സംഭവിക്കുന്നത് പലപ്പോഴും മറിച്ചാണ്. ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായിട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത് പ്രകടനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പാർട്ടിയുടെ ഒരു പ്രാദേശിക സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനം നടത്തുമ്പോൾ പോലും ഇത്തരത്തിൽ റോഡ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് ഈ റോഡ് തടഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ റോഡ് മൊത്തം നിറഞ്ഞുള്ള പ്രകടനങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്ന് അധികം ഗതാഗത തടസ്സം ഇല്ലാത്തൊരു സമരം നടത്തുന്നത്. പക്ഷെ അത്തരം സമരഘട്ടങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ജനങ്ങൾ അത് ഒരു തലവിധി പോലെ സ്വീകരിച്ച് അല്ലെങ്കിൽ അതിനെ നേരിട്ട് എതിർക്കാൻ പോകാതെ അത് കഴിയുന്നതുവരെ കാത്തിരുന്ന് ക്ഷമയോടെ ശപിക്കുന്നുണ്ടാകാം,
പക്ഷെ നേരിട്ട് ഏറ്റുമുട്ടാനോ എതിർക്കാനോ പോകാറില്ല. അങ്ങനെ പോകുന്നത് പലപ്പോഴും അത്ര സുഖകരമാവില്ല, ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിലൂടെ ജനങ്ങൾ കൊണ്ടുതരും. സാധാരണഗതിയിൽ ജോജിനെ പോലുള്ള ഒരാള് ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ഒരാളല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ ആ രംഗത്തേക്ക്, ആ സമരമുഖത്തേക്ക് കടന്നു ചെന്ന് അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒരു പ്രതികരണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും അതിന് തീർച്ചയായിട്ടും അതിന് ചില വില കൊടുക്കേണ്ടി വരുമെന്ന് അറിയാത്ത അത്രയും. അല്ലല്ല, ഞാൻ പറയുന്നത് ജോർജ് ആ വിഷയത്തെ ചോദ്യം ചെയ്യാൻ ജോർജിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ജോജു കള്ളു കുടിച്ച് ലഹരിക്ക്, ഞാൻ പറയുന്നത് കള്ളു കുടിച്ച് വന്ന് അലമ്പുണ്ടാക്കിയതാന്ന് പറയുന്നു. അത് നിൽക്കാതെ വന്നപ്പോൾ പറയുന്നു അവിടെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ പുറകിൽ വന്ന് അങ്ങനെ പറയണമെന്ന് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. വീഡിയോ ദൃശ്യങ്ങളുണ്ട്, നമ്മൾ കണ്ടതാണ്. കള്ളു കുടിച്ചില്ല എന്ന് ജോജു ആശുപത്രിയിൽ പോയി തെളിയിച്ചപ്പോൾ മറ്റൊരു ഒരു കോൺഗ്രസ് യുവ നേതാവ് പറയുന്നത് കഞ്ചാവ് അടിച്ചിട്ടാണ് വന്നതെന്നാണ്. അതും ജോജു തെളിയിക്കണം. ആ രീതിയിലൊക്കെയാണ് സംസാരം പോയത്. അപ്പോൾ അതൊക്കെയാണ് ഈ അണികൾക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് മുൻപിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും അതിനകത്ത് കെ സുധാകരൻ കുറച്ച് അബദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇത്തിരി പ്രൊമച്ചുറായിട്ട് നടത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹവും ആദ്യം ഇവിടുന്നുള്ള പ്രവർത്തകർ പറഞ്ഞ, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ആദ്യം വന്ന പോലെ ജോജുവിന്റെ മദ്യപിച്ചിരുന്നു എന്നുള്ള പരിശോധന നടക്കുന്നതിന് മുമ്പാണ് സുധാകരന്റെ പ്രസ്താവന വന്നത്. ജോജുവിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ, മാത്രമല്ല അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്, ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് വന്ന് നേരിട്ട് അതിനെ ചോദ്യം ചെയ്ത് അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് ധരിച്ചു വശായതുകൊണ്ടാകാൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത്. അതെങ്ങനെയാണ് സാർ അതിനെ നമ്മളൊരു അബദ്ധമായിട്ട് കാണുന്നത്? ഒരു മനുഷ്യൻ വന്ന് അയാൾ ഒരു പ്രശ്നം ചോദ്യം ചെയ്താൽ ഒന്നെങ്കിൽ അയാളുടെ ശരീരപ്രകൃതിയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അയാൾ മദ്യപാനിയാണ്, ലഹരിക്ക് അടിമപ്പെട്ടവനാണ് എന്നൊക്കെയാണോ നമ്മൾ അബദ്ധവശാൽ ചിന്തിക്കേണ്ടത്? ഞാൻ പറയുന്നത് അതൊരു അബദ്ധം അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള വിവേകപൂർണ്ണമായിട്ടുള്ള ഒരു നേതാവ് സുധാകരനെ പോലെ ഒരു KPC പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാള് ആ സമയത്ത് പറയേണ്ട ലാംഗ്വേജ് ആയിരുന്നില്ല അത് എന്ന് ഞാൻ 100% അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു പിഴവ് പറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പറ്റിയ പിഴവ് പിന്നീട് എങ്ങനെ തിരുത്തണം എന്ന കാര്യത്തിൽ കോൺഗ്രസിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. സിനിമാ മേഖലയെ മൊത്തത്തിൽ ശത്രുപക്ഷത്തേക്ക് നിർത്തിക്കൊണ്ട് സിനിമ ചിത്രീകരണം തടുക്കുന്നു. ഇനി ഒരിക്കലും ഒരു റോഡ് തടഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമാ ചിത്രീകരണം അനുവദിക്കില്ല. യൂത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആവേശത്തോടെ അക്കാര്യത്തിൽ ഒരു അല്പം പക്വതയോട് കൂടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു പക്വതയുടെ മാത്രമല്ല, കുറച്ച് സമീപനത്തിന്റെ കൂടി പ്രശ്നമുണ്ട്. അതായത് ഒന്ന് നോക്കൂ, താങ്കളും നോക്കൂ, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തൃക്കാക്കര ബസ് സ്റ്റാൻഡിൽ ഒരു സിനിമാ ചിത്രീകരണത്തിന് സത്യനന്ദിക്കാടും സംഘവും അനുമതി ചോദിക്കുന്നു. UDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെ അനുമതി ചോദിച്ചു എന്ന് അവരെ ചാടിക്കടിക്കുകയായിരുന്നു അവിടുത്തെ ചെയർപേഴ്സൺ. തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, ആ ചെയർപേഴ്സൺ ചാടിക്കടിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിലിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സിനിമ ചിത്രീകരിക്കാൻ അവസരം നൽകുമെന്നാണ് ചോദിച്ചത്. ഈ സത്യനന്ദിക്കാട് എന്താണ് ചെയ്തത്? ഇവരുടെ നേതാക്കൾ ജയിലിൽ പോയതിന് സത്യനന്ദിക്കാട് എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പോൾ ആ ഒരു സമീപനം, അതൊരു അപക്വമായ സമീപനം എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യവസായത്തിനെതിരെ സ്വീകരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു വിവേകപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ കാര്യത്തിൽ എനിക്ക് നേതാക്കളിൽ കുറച്ചുകൂടി പക്വതയോടുകൂടി, കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു സംയമനത്തോടു കൂടി യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ റോഡ് വിരോധിച്ചുള്ള സമരങ്ങളോട്, അതുപോലെ ഹർത്താലുകളോട്, ബന്ധുക്കളോട് ഒരിക്കലും അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളല്ല. ഇപ്പൊ ഈ പദവിയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞു. അത് ആവശ്യമില്ലായിരുന്നു, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൊതു നിലപാടാണ്. അവരെല്ലാ കാലത്തും CPM നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും വഴി തടഞ്ഞുകൊണ്ടുള്ള ഹർത്താലുകളോടും ബന്ധുക്കളോടും അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന എല്ലാത്തരം സമരങ്ങളോടും സാധാരണ ജനത്തിന് എതിർപ്പാണ്. അത് പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് ഒരു സമരമാർഗം എന്നുള്ള നിലയ്ക്ക് ചില ഘട്ടങ്ങളിൽ വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഇത്തരം സമരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ജോജുവിന്റെ താറടിച്ച് തകർത്തതാണ്. ആ ജോജു അവിടുത്തെ വനിതാ പ്രവർത്തകരോട് ഏത് രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ജോജു അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ താങ്കൾ പറഞ്ഞു അതൊരു ആ നിമിഷത്തിൽ അതിന്റെ എറണാകുളത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന പ്രാഥമിക പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരൻ എടുത്ത ഒരു അപക്വമായ നിലപാടായി പോയി എന്ന് പറഞ്ഞു. ശരി, അത് ആ നിമിഷം, ആ ദിവസം സംഭവിച്ച കാര്യമായിട്ട് കണക്കാക്കാം. അതിനുശേഷം ഈ കാർ അടിച്ചു തകർത്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഈ മറ്റു വിഷയങ്ങളിലൊക്കെ അതായത് മറ്റു കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നതിന് ശേഷവും അവിടെയാണ് ഞാൻ നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ച ഒരു സംഗതിയുണ്ട്. സുധാകരൻ എന്ന് പറയുന്നത്
വി ഡി സതീശനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു പക്വമതിയായ അല്ലെങ്കിൽ പരിപക്വമായ അഭിപ്രായങ്ങൾ വളരെ ആലോചിച്ചുറപ്പിച്ച് വളരെ വിവേകമതിയായി സംസാരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം അണികളുടെ വികാരവും ആവേശവും ആത്മാവിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല CPM നേതാക്കളും ആ രീതിയിൽ അണികളുടെ ആത്മാവ് ഉൾക്കൊണ്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞ ചില പ്രസ്താവനകൾ നമുക്കറിയാം. വരമ്പത്ത് കൂലി തുടങ്ങി അദ്ദേഹത്തിന്റെ ആ വളരെ പ്രശസ്തമായ ചിലതൊക്കെ ഉണ്ട്. അപ്പൊ ചില ഘട്ടങ്ങളിൽ നേതാക്കൾ അണികളുടെ ആവേശവും വികാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അത്രയൊന്നും പരിപക്വമല്ലാത്ത രീതിയിൽ അവരുടെ ആവേശം ചോർന്നു പോകാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട്. അത് എത്ര കണ്ട് അഭിലഷണീയമാണ്, എത്ര കണ്ട് ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതാണ്, ഒരു വലിയ നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഉണ്ടാകേണ്ടത് എന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ കെ സുധാകരനെ പോലുള്ള ഒരു നേതാവ് ആ രീതിയിലാണ് കാലങ്ങളായിട്ട് പ്രതികരിച്ച് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ ആ ശൈലി മാറ്റാൻ കഴിയില്ല. ഒരു പക്ഷേ ശ്രീ ലാൽകുമാർ, അതായത് ഇതിപ്പോൾ ഇന്ധന വില വർധനയ്ക്കെതിരെ തുടങ്ങിയ സമരമാണ്. ഇത് ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പോൾ സിനിമാ സെറ്റുകളിലേക്കാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ. ജോജു എന്ന ഒരു കലാകാരനോട് അന്നത്തെ സംഭവത്തിന്റെ പുറത്ത് അവർക്ക് ഒരു പക്ഷേ വ്യക്തിവിരോധം വന്നിരിക്കാം. അത് പോട്ടെ, അത് ജോജുവിനോട് അല്ലെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ ജോജുവിന് നേരെ തീർക്കുകയോ ചെയ്യാം. ഇത് നോക്കൂ, കേരളത്തിൽ ഒരിടത്തും ഈ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ അനുവദിക്കത്തില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി. ഇനി ഇത്തരത്തിലുള്ള പരിപാടികളുമായി പോയാൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. മുണ്ടക്കയത്ത് ഇവർ പരസ്പരം തല്ലി തീർക്കുകയായിരുന്നു സിനിമാ സെറ്റിൽ പോയിട്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പറയൂല ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു നിമിഷം. അല്ല, ഇവിടെ കുറച്ചു ദിവസമായി നടന്നു വരുന്ന ഒരു നാടകം, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള ആൾക്കാർ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പെരുമാറുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ആ ലക്കും ലഗാനും ഇല്ലാത്തതിന് കാരണം നമുക്ക് ഒത്തിരി ഉണ്ട് പറയാൻ. ആ കാരണത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വിൽ കം ടു സ്ക്വയർ വൺ. അതിനൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷെ നോക്കൂ, ഒരു ആവേശ കമ്മിറ്റിയായി കോൺഗ്രസ് മാറുന്നോ അതോ ഫ്രസ്ട്രേഷന്റെ കമ്മിറ്റിയായി കോൺഗ്രസ് മാറുന്നോ എന്നുള്ളൊരു പ്രഥമമായ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ സംവാദത്തിൽ ഇരുന്നപ്പോൾ DYFIയുടെ സംസ്ഥാന ട്രഷറർ സൂചിപ്പിച്ച ഒരു കാര്യം, വളരെ വാലിഡ് ആയിട്ടുള്ള, SK സജി സൂചിപ്പിച്ച വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നോക്കൂ, എറണാകുളത്ത് മാത്രമായിട്ട് കേരളത്തിൽ പെട്രോൾ ഡീസൽ വില കൂടിയിട്ടുണ്ടോ? എറണാകുളത്ത് മാത്രം ഇങ്ങനൊരു സമരം നടത്തുന്നതിന്റെ സാങ്കത്യം എന്ത്? കാസർഗോഡ്, കണ്ണൂര്, മറ്റ് ജില്ലകളിലൊക്കെ ഇവർ സമരം നടത്താതെ എറണാകുളത്തേക്ക് മാത്രം ഒതുക്കിയതിന് കാര്യം എന്താ? അതിന് അദ്ദേഹത്തിന്റെ റീസണിങ്, പുതിയ DCC പ്രസിഡന്റ് വന്നു എന്ന് നാട്ടുകാരെ കാണിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ളിടത്തൊന്നും ചെയ്യാതെ കോൺഗ്രസ് KPCC അറിഞ്ഞാണോ ഇങ്ങനൊരു തീരുമാനം കൊച്ചിയിൽ മാത്രമായിട്ട് എടുക്കാനുള്ള കാരണം, അല്ലെ എറണാകുളം ജില്ലയിലേക്ക് മാത്രമായിട്ട് എടുക്കാൻ കാരണം? എറണാകുളം അല്ല, കൊച്ചി. അപ്പം ഇത് യഥാർത്ഥത്തിൽ എന്റെ പ്രസൻസ്, ഞാനിവിടെ ഒക്കെ വന്നിരിക്കുന്നു എന്ന് കാണിക്കാനാണ്, എന്ന് എന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനം SK സജീഷ് മുന്നോട്ട് വെച്ചത് എനിക്ക് തോന്നുന്നു അത് ചേർത്ത് വായിക്കേണ്ട വിഷയം തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാതെ പത്തനംതിട്ടയിൽ പെട്രോളും ഡീസലും കൂടിയതിന് അവർക്ക് പ്രശ്നമില്ല, പത്തനംതിട്ട ടൗൺ തടയണ്ട, എന്നാൽ വൈറ്റിലെ തന്നെ തടയണം എന്നൊക്കെ പറയുന്നതിനകത്തെ യുക്തി, കാര്യം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പെട്രോൾ ഡീസൽ വിലയുടെ കൂടുന്നതിന്റെ പ്രഭവ കേന്ദ്രം കൊച്ചിയിലല്ലോ, ആണോ? അപ്പം അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് ഈ സമരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും ഈ ടാക്സ് സിസ്റ്റത്തെ കുറിച്ച് ഫോളോ ചെയ്തിട്ടുള്ള ഈ അഡ്വലോറം ടാക്സ്, ഇറ്റ്സ് കോൾഡ് അഡ്വലോറം ടാക്സ്, ആ ടാക്സ് ലെവി ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം. കേരളമല്ല ഇത് കൂട്ടിയിരിക്കുന്നതെന്നും കേരളത്തിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണെന്നും അവിടെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ കൂടുമെന്നും അവിടെ കുറയുന്നതിനനുസരിച്ച് ഇവിടത്തെ ഷെയർ കുറയുമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമുക്കുണ്ടായിരിക്കുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ്, ആ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ മാനേജ്മെന്റിന് ഒരുപാട് ശ്രമം നടത്തുന്ന ഒരാളായിരുന്നു തോമസ് ഐസക്. ഒരുപാട് ചലഞ്ചസ് ഇപ്പോഴും ഉണ്ട്. കാര്യം നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് ബിസിനസ് എത്തിക്കേണ്ടതായിട്ടുണ്ട്, പാലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണിയേണ്ട ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞൊരു കാര്യം വേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഈ പെട്രോൾ ഡീസൽ വിലയിൽ വർധനവിന്റെ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തതും സംസ്ഥാനത്തിന്റെ റോളിനെ കുറിച്ച് അറിയാൻ വയ്യാത്തതും സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാൻ വയ്യാണ്ടൊന്നുമല്ല. ഇവരുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ. എന്നെ കേൾക്കുന്നവർ വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പെട്രോൾ ഡീസൽ വില 5 രൂപയോ 10 രൂപയോ കുറച്ചാൽ, ഒരു ഉദാഹരണം, ഇവിടുത്തെ ക്ഷേമ പെൻഷൻ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു ഗുണപ്രദമായ കാര്യം വരും. അല്ലെങ്കിൽ ഈ പറയുന്ന
കിറ്റ് വിതരണം ഇപ്പം നിൽക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു. ഇത്രയും നാളും കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വെൽഫെയർ സ്പെൻഡിങ്ങിനെ തടയുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഇതിനകത്തുണ്ട്. അല്ല എങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഇടപെടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാളെ രാവിലെ സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുകയും VS അച്യുതാനന്ദൻ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യുകയും പിന്നെ ഉമ്മൻചാണ്ടി വന്നപ്പം ഇത് ഡിലേ ആക്കുകയും 17-18 മാസം ഡിലേ ചെയ്യുകയും പിണറായി വിജയൻ വന്നപ്പോൾ വീണ്ടും കൊടുക്കുകയും ചെയ്ത ഒരു സംവിധാനമാണിത്. ഈ പറയുന്ന എല്ലാ ആൾക്കാരിലേക്കും വീട്ടിലേക്ക് 1500 രൂപയോ ഇത് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് വർദ്ധിച്ച രീതിയിൽ ആൾക്കാരുടെ വീട്ടിലേക്ക് എത്തുന്ന പൈസ മുടക്കാൻ പറ്റുമെങ്കിൽ ഇത് മോശം ഭരണമാണെന്ന് കാണിക്കുകയും ഈ പറയുന്ന നേരിട്ട് ചെല്ലുന്ന കാശ് തടസ്സപ്പെടുമ്പോൾ ഇത് സംസ്ഥാന സർക്കാർ പരാജയം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട്. അതല്ല, ഇവർക്ക് ഇൻഫ്ലേഷൻ ഒന്നും അല്ല പ്രശ്നം. ഇൻഫ്ലേഷൻ ആണ് എങ്കിൽ ഐ ആം ടെല്ലിങ് യു, ഡെഫിനറ്റ്ലി ടെല്ലിങ് യു, ഈ പറയുന്ന ഇൻഫ്ലേഷന്റെ പ്രശ്നമാണ് എങ്കിൽ അത് കേന്ദ്രം കുറച്ചാൽ മതി. കാര്യം ഇവിടുത്തെ അരി വരുന്നത് ഇവിടുന്നാണ്. ഇവിടുത്തെ ഓരോ സാധനം, നമ്മളൊരു സർവീസ് സെക്ടർ നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മളുടെ ഇൻഫ്ലേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന മൾട്ടിപ്ലയർ മറ്റുള്ള സംസ്ഥാനത്തിൽ കുറഞ്ഞാൽ തന്നെ ഇവിടെ കുറയും. ഞാൻ ഐ എം റെഡി ടു ഡിബേറ്റ് ഓൺ ഇറ്റ്. എനിക്ക് അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു നിമിഷം സമയപരിമിതിയോട് ഞാൻ ഇടപെടുകയാണ്. ശ്രീകുമാർ, ലാൽ ഒന്നിടപെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയത്, അതായത് ഈ ചക്രസ്തംഭന സമരം എന്ന പേരിൽ വലിയൊരു സമരം കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ സമരത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നൊരു ചോദ്യം കൃത്യമായി ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിയമസഭയിൽ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്, സഭയിൽ എൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് KPCCയുടെ യോഗങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ ഈ സഭയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്ന് ആ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തയാളാണ്. അപ്പോൾ ഈ ചക്രസ്തംഭന സമരം പോലെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ സമരങ്ങളുടെയൊക്കെ ആവശ്യകത പ്രതിപക്ഷ നേതാവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടോ? മനു, അതായത് മനു ഇപ്പൊ ചോദിച്ച ചോദ്യം, അന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് ഉന്നയിച്ച വിഷയങ്ങളെ ആലോചിച്ച് നോക്കൂ. നിയമസഭയിലെ പ്രതിപക്ഷ അന്ന് ഉന്നയിച്ച വിഷയം ഒന്ന് മുല്ലപ്പെരിയാറും ഒന്ന് നമ്മുടെ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലത്തെ ആ ദളിത് വിദ്യാർത്ഥിനിയുടെ ഗവേഷണ വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങളുമായിരുന്നു. ഇത് രണ്ടും ഉന്നയിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് ചക്രസ്തംഭനത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഇതേ ആക്ഷേപം ഉന്നയിച്ച് നിങ്ങൾ തന്നെ തിരിച്ചു പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, ചക്രസ്തംഭനം എന്ന് പറയുന്നത് പാർട്ടി പരിപാടിയാണ്, പ്രതിപക്ഷത്തിന്റെ പരിപാടിയല്ല. പാർട്ടി എന്ന് പറയുന്നത് പുറത്തും പ്രതിപക്ഷം എന്ന് പറയുന്നത് സഭയ്ക്കകത്തുമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമെന്നാണ് രാവിലെ എന്നോട് പറഞ്ഞതെന്നാണ്. അപ്പോൾ ഈ സഭയിലെ നടപടികളെ കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണെങ്കിൽ K സുധാകരനോട് ഞാൻ പങ്കെടുക്കുമെന്ന് പറയില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അതായത് പ്രതിപക്ഷ നേതാവ് സഭയിലേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവ് പുറത്തില്ല. നമ്മൾ പുറത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, പക്ഷേ സഭയിലാണ് പ്രതിപക്ഷ നേതാവ്. നേതാവ് പ്രധാനപ്പെട്ടയാളല്ലേ കോൺഗ്രസിന്? ഞാൻ പറയുന്നത് കേൾക്കൂ. KPCCയും UDF ആണ് പുറത്തുള്ളത്. സമരം ആഹ്വാനം ചെയ്തത് KPCC ആണ്, UDF അല്ല. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ചക്രസ്തംഭന സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് വളരെ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം തന്നെ വളരെ ഫലപ്രദമാണ്. അത് ആരും തെറ്റുമില്ല. പിന്നെ മനു, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ശ്രീ ലാലൊക്കെ പറഞ്ഞു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഈ ജോജു വിഷയത്തില് ഒരു സമരം നടക്കുമ്പോൾ അത് ഏത് സമരമാണെങ്കിലും ആ സമരത്തിനിടയ്ക്ക് വന്നിട്ട് ആ സമരത്തെ മോശമായി ചിത്രീകരിക്കാൻ ആര് ശ്രമിച്ചാലും പ്രതികരണം ഉണ്ടാവും. ഒരു ചൊറ്റ ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്ത് SFI നടത്തിയ സമരത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന TP ശ്രീനിവാസൻ എത്തിയിട്ട് എന്തിനാണ് ഈ വഴി തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആ ചോദിച്ച അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായുള്ളൂ. പിന്നെ അദ്ദേഹം നിലത്ത് കിടക്കുകയായിരുന്നു, പിന്നെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഏത് സമരത്തിന്റെ മുന്നണിയിലേക്ക് ആര് ചെന്നാലും സമരം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രക്ഷോഭമാണ്. അത് റഫറൻഡം നടത്തിയിട്ട് സമരം ചെയ്യാൻ പറ്റുമോ? ഒരു റഫറൻഡം നടത്തിയിട്ട് നാളെ ഏത് സമരം വേണ്ടേ ജനങ്ങളെ എന്ന് ചോദിക്കാൻ പറ്റുമോ? സമരം എന്ന് പറയുന്നത് ആ പ്രക്ഷോഭം ശ്രദ്ധിക്കപ്പെടാൻ തന്നെയാണ്. അതിനിടയ്ക്ക് പോയിട്ട് ആരും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ സിനിമ തടയുന്നതൊക്കെ KPCC പറഞ്ഞിട്ടുണ്ട്, സിനിമ തടയാൻ പാടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ വികാരം ചിലപ്പോൾ അതിൽ കടന്നിരിക്കാം. ഇപ്പൊ തൃക്കാക്കര നിങ്ങൾ പറഞ്ഞു, തൃക്കാക്കര നഗരസഭയിൽ ജോജു അഭിനയിക്കുന്ന സിനിമയാണോ എന്ന് എനിക്ക് അറിയില്ല. താങ്കൾ പറഞ്ഞ ഒരു സംഘർഷം ഉണ്ടാവുകയാണ് എന്ന് വെച്ചോ, അതിനെ സമാധാനിപ്പിക്കാനൊക്കെയല്ലേ മുതിർന്ന നേതാക്കൾ അവിടെയുള്ളത്. ഈ മുതിർന്ന നേതാക്കൾ കുട്ടികൾ പോകുന്ന പോലെയാണോ? മുതിർന്ന നേതാക്കൾ സഹിതമല്ലേ ഈ ജോജുവിന് നേരെ ആക്രമിച്ചുകൊണ്ട് ചെന്നതും 19 ലക്ഷം രൂപയുടെ വണ്ടി തല്ലി തകർത്തതും? നിനക്ക് കാശുള്ളതുകൊണ്ടാണോ നീ ഇവിടെ കിടന്ന് ഡയലോഗ് ഇറക്കുന്നത് ചോദിച്ചില്ല. അയാൾ അധ്വാനിച്ച് കാശുണ്ടാക്കി മേടിച്ച വണ്ടിയല്ലേ, അതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്താ അധികാരം? ലാൽ, വളരെ വേഗം എനിക്ക് അവസാനിപ്പിക്കാം. ഒരു പ്രതികരണം കൂടി വേഗം ശ്രീകുമാർ പറഞ്ഞതിന് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ടി.പി. ശ്രീനിവാസന്റെ വിഷയം പറഞ്ഞു. ടി.പി. ശ്രീനിവാസന്റെ വിഷയം തെറ്റാണെന്നാണ് പാർട്ടി പറഞ്ഞത്, SFI പറഞ്ഞത്. അത് കഴിഞ്ഞ് ടി.പി. ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ജാഥ നടത്തുകയും ടി.പി. ശ്രീനിവാസൻ പോകുന്ന വഴിക്കെല്ലാം പോയി കല്ലെറിയാനും പോവല്ല ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ ചെയ്തത്. നിങ്ങൾ ഒരു സംഘടന ഒരു സ്പെർ ഓഫ് എ മൂവ്മെന്റിൽ നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒരു സമരമാക്കി ഒരു വ്യക്തിക്കെതിരെ തീർച്ചയായും അതാണ് ലാൽ ഞാൻ പലവട്ടം ഉന്നയിക്കാൻ ശ്രമിച്ചത്. ആ സംഭവത്തിന് ശേഷം നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താ എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വന്നത്. എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടത്താൻ ശ്രമിച്ചു എന്നത് പ്രധാനമായി ഉയർന്നു വന്നതാണ്. ഏതായാലും അത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ഇന്നും ഒക്കെ പോകേണ്ടി വന്നത്. ഏതായാലും കോൺഗ്രസിലെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കാൻ തനിക്ക് നേരമില്ല എന്ന് അദ്ദേഹം തുറന്നടിക്കുമ്പോൾ അത് വ്യക്തമായ സന്ദേശമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.